Hi, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. വായിച്ചു നോക്കിയോ? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് നമ്മളല്ലേ? ഓക്കെ. അപ്പോ ടുഡേ നമ്മള് കഴിഞ്ഞ ആ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് നോക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മള് ഒരു ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 1948 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻഷുറൻസ് സ്കീം, അതിന്റെ പേരാണ് പഠിച്ചത് ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അതിന്റെ ബെനഫിറ്റ് കിട്ടുന്നത് എംപ്ലോയീസിനെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലെ? ഫാക്ടറി വർക്കേഴ്സ്, അതായത് ഫാക്ടറി വർക്കേഴ്സ് ഇൻ ഇന്ത്യയിൽ ഉദ്ദേശിച്ചിട്ടുള്ള അതാണ്, അവരാണ് അതിന്റെ ബെനഫിഷ്യറീസ് ആയിട്ട് വരുന്നത്. ആൻഡ് ഹൗ ടു കാൽക്കുലേറ്റ്, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രീമിയം കോൺട്രിബ്യൂഷൻസ് എന്താ പറയാ ഫണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആരൊക്കെയാണ് എന്ന് പറഞ്ഞു. എംപ്ലോയറും എംപ്ലോയിയും അറ്റ് ദ സെയിം ടൈം ബോത്ത് ഹാവ് ടു കോൺട്രിബ്യൂട്ട്. അവർ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയർ ആണ് എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ, അതായത് വേജിന്റെ, അതായത് അവർക്ക് കിട്ടുന്ന വേജസിന്റെ, എംപ്ലോയീസിന് കിട്ടുന്ന വേജസിന്റെ 3.25% എംപ്ലോയറിൽ നിന്ന് എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടും, അതോടൊപ്പം തന്നെ എംപ്ലോയി അവരുടെ വേജസിന്റെ, അതായത് രണ്ടുപേരുടെ വേജസ് ഒരാളുടെയാണ്. എംപ്ലോയർ ആ ആളുടെ വേജസിന്റെ 3.25%, എംപ്ലോയി 0.75% കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു എന്താ പറയാ ESI എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിലെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി നമ്മൾ പറഞ്ഞു. നമ്മളുടെ INR, ദാറ്റ് മീൻസ് ദ ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് എന്ന് പറയുന്നത്, അത് നമുക്ക് തന്നിരിക്കുന്ന ഇന്ത്യൻ റുപ്പിയിൽ തരുമ്പോൾ അത് എത്രയാണോ അതിനെ ഇൻറ്റു ആ പറഞ്ഞ കോൺട്രിബ്യൂഷന്റെ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എംപ്ലോയറിന്റെ കാണണമെങ്കിൽ 3.25%, 3.25/100, എംപ്ലോയിഡേത് കാണണമെങ്കിൽ 0.75/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ആൻഡ് ദ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളതാണ്. അത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിർത്തിയത്. അപ്പോ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ്, ഗവൺമെന്റ് പ്രൊവൈഡിങ് ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് ദർ ആർ മെനി ബെനിഫിറ്റ്സ്, അല്ലെ? ഒത്തിരി ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റുകൾ കിട്ടും. അപ്പൊ അത് കൂടുതലും അത് ലോ കോസ്റ്റ്, അതായത് ഭയങ്കര ചെറിയ കോസ്റ്റിലായിരിക്കാം അത് പ്രൊവൈഡ് ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയ എമൗണ്ട് ആയിരിക്കും അതിനകത്ത് വരിക, അല്ലെ? 0.75% ഒക്കെയാണ്. അപ്പൊ കോൺട്രിബ്യൂഷൻ ഒക്കെ വളരെ ലോ ആണ്. അതുപോലെ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു പുവർ ഫാമിലീസ്, BPL ഫാമിലീസ്, അവർക്കൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് അത്തരം ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് ഇഫ് they have to bear a many huge amount for medical expenses ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഹ്യൂജ് എമൗണ്ട് ഒക്കെ വരികയാണെങ്കിൽ they cannot afford it, അല്ലെ? അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് വിൽ സപ്പോർട്ട് ദം ഓർ ഹെൽപ്പ് ദം. അതിന് വേണ്ടിയിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഇത്. അപ്പൊ നമ്മൾ ESI ആണ് അങ്ങനെ വൺ ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് CGHS ആണ്, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആണ്. CGHS അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്നാണ് CGHSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് പുതിയതൊന്നുമല്ല, ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയതൊന്നുമല്ല. ഓൾഡസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പഴയ ഒരു ഇൻഷുറൻസ് സ്കീം തന്നെയാണ്. ഇത്ര പെട്ടെന്നൊന്നും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതൊന്നുമല്ല. പക്ഷെ ഇറ്റ് ഹാവ് ഇറ്റ്സ് ഇഫക്ട് ഓൺലി കറണ്ട് ഇയർ, അല്ലെങ്കിൽ കറണ്ട് ഇയേഴ്സിലാണ്, ഇപ്പോഴാണ് അതിന് കൂടുതലും ഇഫക്റ്റ് ആയിട്ട് വന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് കുറച്ച് നാളുകളായിട്ടുള്ളതാണ്. പക്ഷെ ആളുകൾ അത് പറഞ്ഞിരിക്കുന്നത് 1954 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഇപ്പോഴ് ലേറ്റസ്റ്റ്, അതായത് കറണ്ട് ഇയറുകളിലാണ് അതിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊണ്ടുവന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ഇയർ 1954, അല്ലെ? അതാണ്. മറ്റേത് ESI 1948 ആണ്, ഇന്നലെ പറഞ്ഞ ഇയർ കേട്ടോ. ഇനി സോ ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ആളുകൾ ആരാണ്? ഹു ഇസ് ദ ബെനിഫിഷ്യറീസ് ഓഫ് സച്ച് CGHS ഹെൽത്ത് ഇൻഷുറൻസ്? ഇതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ദ പെൻഷനേഴ്സ് ആണ്. ആരാണ്?
സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലിക്കാരും കൂടാതെ പെൻഷനേഴ്സുമാണ്, പെൻഷൻ കിട്ടുന്നവരുമാണ് ഇതിന്റെ ആ ഒരു കവറേജിന്റെ ഉള്ളിൽ വരുന്ന ആളുകള്. ദ ലാർജ് വോളിയം ഓഫ്, അതായത് ഈ ഒരു സ്കീമിന്റെ ഒരു ഭാഗമാകാനായിട്ട് ഒരു എന്താ പറയാ ഒത്തിരി ആളുകൾ, ഗ്രൂപ്പ് ഓഫ് ബെനിഫിഷ്യറീസ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് പെൻഷനേഴ്സും ഉണ്ടല്ലോ. പെൻഷനർ എന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വിരമിച്ചു, വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്, ബട്ട് ദേ ആർ ഗെറ്റിംഗ് പെൻഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവരെയും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെയും, അപ്പൊ അതുകൊണ്ട് തന്നെ ലാർജ് വോളിയം ഓഫ് ആളുകൾ തന്നെ, മെമ്പേഴ്സ് തന്നെ ഇതിന്റെ ഒരു ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതെന്താണ് പറയാ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയീസ്, പെൻഷനേഴ്സ്, അവരുടെയൊക്കെ ഫാമിലീസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. സോ ലെറ്റ് സീ ഹു ആർ ദ ബെനിഫിഷ്യറീസ്. ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നവിടെ പോയിന്റ് വൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ CGHS എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അതിന്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ദ പെൻഷനേഴ്സിനെയും ഗവൺമെന്റ് എംപ്ലോയീസിനെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇനി നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആരൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഓൾ സെൻട്രൽ ഗവൺമെന്റ് സെർവൻസ്, എല്ലാ കേന്ദ്ര ഗവൺമെന്റ് സേവകരും, അതായത് ജോലി ചെയ്യുന്നവരും, എല്ലാ സെൻട്രൽ ഗവൺമെന്റിന്റെ സെർവൻസിനും ഈ ഒരു സ്കീമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, പെൻഷൻ കിട്ടുന്നവരും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ ഓണറബിൾ മെമ്പേഴ്സിന് ഇതിനകത്ത് ഭാഗമാകാം, ഇവർക്കും കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഓണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ ഓണറബിൾ ജഡ്ജസിന് ഈ ഒരു ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, കാരണം ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്, കാരണം ഇതൊക്കെ തെറ്റിച്ചൊക്കെ തരും. ESIയുടെ ബെനിഫിഷ്യറീസ് ആരാണ്, അല്ലെങ്കിൽ CGHSന്റെ ബെനിഫിഷ്യറീസ് ആരാണ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന RSBY അങ്ങനെയൊക്കെ. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കീമുകൾ കൊടുക്കുന്നതിൽ ഇതൊക്കെ ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ honorable judges of Supreme Court also are the beneficiary of such insurance scheme. പിന്നെ employees and pensioners of autonomous bodies covered under CGHS, അതായത് എംപ്ലോയീസ് അതുപോലെ പെൻഷനേഴ്സ് എവിടത്തെ ഓട്ടോണമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS. ഓട്ടോണമസ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഓട്ടോണമസ് ബോഡി മീൻസ് ദ ബോഡി who have the freedom to ഗവേൺ ഇറ്റ്സെൽഫ്, അതായത് അവർക്ക് അവരെ തന്നെ സ്വന്തമായിട്ട് ഗവേൺ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ അതിന്റെ ഇറ്റ്സ് ഓൺ ഓപ്പറേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും, അവരുടെ ഓപ്പറേഷൻസിനെയൊക്കെ സ്വന്തമായിട്ട് കൺട്രോളും ചെയ്യാം, ഗവേൺ ചെയ്യാം. അങ്ങനെയുള്ള ബോഡീനെയാണ് നമ്മൾ ഓട്ടോണമസ് ബോഡി എന്ന് വിളിക്കുക. അത് കവേർഡ് അണ്ടർ CGHSന്റെ കീഴിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുന്നവരാണ് എംപ്ലോയീസ് ഓഫ് പെൻഷനേഴ്സ് ആൻഡ് ഓട്ടോണമസ് ബോഡീസ് കേട്ടോ, ഓർത്തിരിക്കുക. പിന്നെ ഫോമർ ജഡ്ജസ് ഓഫ് ഓണറബിൾ സുപ്രീം കോർട്ട്, അതായത് സുപ്രീം കോർട്ടിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഓണറബിൾ സുപ്രീം കോർട്ടിന്റെ ഫോമർ ജഡ്ജും അതുപോലെ തന്നെ ഹൈക്കോർട്ടിന്റെയും ഫോമർ ആയിട്ടുള്ള ജഡ്ജസും അവർക്കും എന്താണ് ഈ ഒരു ഹെൽത്ത് സ്കീം പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതാണ്, അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നവരാണ്. പിന്നെ ഫ്രീഡം ഫൈറ്റേഴ്സ്, നാടിന് വേണ്ടിയൊക്കെ എന്താ പറയാ നാടിനെ കാക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ രാജ്യത്തേക്ക് കാക്കുന്നവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്, അവർക്കുണ്ട്. എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, ജേർണലിസ്റ്റ് ഹു ആർ മെമ്പേഴ്സ് ഓഫ് പ്രസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ജേർണലിസ്റ്റുകളൊക്കെ. അപ്പൊ അവർക്ക് റെയിൽവേ ബോർഡിന്റെ ജേർണലിസ്റ്റുകള് അവര് പ്രസ് അസോസിയേഷനിൽ എന്താ പറയാ മെമ്പർഷിപ്പ് ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ള എംപ്ലോയീസിനും ഇതിനകത്ത് എന്തുണ്ട് ബെനിഫിറ്റ് ഉണ്ട്. സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസിനകത്ത് ഉള്ള സിവിലിയൻ എംപ്ലോയീസ്, നമ്മുടെ സിവിൽ എംപ്ലോയീസ് ഒക്കെ ഉണ്ടല്ലോ, അവര് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെയുള്ള എംപ്ലോയീസിനും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോ CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഈസ് ബെനിഫിഷ്യൽ ടു ദ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ ആണ് കൂടുതലും ഉദ്ദേശിച്ചിട്ടുള്ളത്, പെൻഷനേഴ്സിനെയും. ആൻഡ് അതെന്തൊക്കെയാണ്, ആരൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുക എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഡീറ്റെയിൽഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹോൾ ടോട്ടൽ നമ്മൾ പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ദ പെൻഷനേഴ്സ് എന്ന് നമ്മൾ അതിനെ ചുരുക്കി പറയുമ്പോൾ, അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ ഈ പറയുന്ന ബെനിഫിഷ്യറീസ് ആണ് അതിന്റെ കീഴിൽ വരിക. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സെർവൻസ്, പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, honorable judge of Supreme Court of India, employees and pensioners of autonomous bodies covered under CGHS, former judges of honorable Supreme Court and also honorable High Court. രണ്ടില്ലേ കേട്ടാ, സുപ്രീം കോർട്ടിന്റെയും ഹൈക്കോർട്ടിന്റെയും ഓണറബിൾ ഫോർമർ ജഡ്ജസ് ആണ്, മുൻപ് ഉണ്ടായിരുന്ന ജഡ്ജി, അതാണ്
ഫ്രീഡം ഫൈറ്റേഴ്സ്, എംപ്ലോയീസ് ഓഫ് റെയിൽവേ ബോർഡ്, ജേർണലിസ്റ്റ്. പിന്നെ അവര് ജേർണലിസ്റ്റ് ആകുക മാത്രമല്ല, ദേ മേ ബി ദ മെമ്പർ ഓഫ് പ്രസ് അസോസിയേഷൻ, പ്രസ് അസോസിയേഷന്റെ മെമ്പർ ആയിരിക്കും വേണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, അവർക്കും എന്താണ് ഇതിന്റെ ഒരു ഭാഗമാകാം, ഇതിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമില് അംഗമാകാം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ബെനഫിഷ്യറീസ്. സെൻട്രൽ ഗവൺമെന്റ് ബെനിഫിറ്റ് കിട്ടുന്ന ആളുകൾ ഇവരൊക്കെയാണ് ഈ സ്കീമിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഒരു 2 പാരഗ്രാഫ്, ഒരു പാരഗ്രാഫും ആ പോയിന്റുകളും, ആരൊക്കെയാണ് അതിന്റെ ബെനിഫിഷ്യറീസ് എന്നും എന്താണ് CGHS എന്നും, അതിന്റെ എക്സ്പാൻഡഡ് ഫോം പറയണം, എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയണം, ആരെയാണ് അതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഒറ്റ വേർഡ്സിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണ്, അതുകൂടി അറിഞ്ഞിരിക്കണം. അതിനുശേഷം അതിന്റെ ബെനിഫിഷ്യറീസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതും വായിച്ചോ? ബെനിഫിഷ്യറീസ് ഒക്കെ വായിച്ചോ? ഓക്കെ, അപ്പൊ നോക്കാം. ഈ അങ്ങനെയാണെങ്കിൽ ഹു ആർ ദ മെമ്പേഴ്സ് ഹു ആർ എലിജിബിൾ ഫോർ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, അതായത് ഈ പറയുന്ന സ്കീമിൽ അനുസരിച്ച് എലിജിബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആരൊക്കെയാണ്? ഹു ക്യാൻ അറ്റൈൻ or who can avail the health insurance benefit. ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കിട്ടേണ്ടവരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, ആരൊക്കെ അതിന് എലിജിബിൾ ആണ് എന്ന് നമുക്ക് നോക്കാം. അത് പറഞ്ഞിട്ടുണ്ട്. കവർ ഫോർ PPF, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആണ്. PPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ്. അതായത് PPF പ്രൊവിഡന്റ് ഫണ്ട് കവറേജ് ഉള്ളവര്, അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്, PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള കവറേജ്, ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ് ഇഷ്യൂ ചെയ്തിട്ട് അങ്ങനെയുള്ള കവറ്. പിന്നെ കവർ ടു കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലെ കൺസൾട്ടേഷന് പോയി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന കവറേജ് അത് അതിനകത്ത് വരുന്നതാണ്. ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്, അതായത് ഗവൺമെന്റ് അതുപോലെ തന്നെ എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് അതുപോലെയൊക്കെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ഇൻഡോർ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നു. കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്, അതായത് കുടുംബക്ഷേമത്തിന്റെ സേവനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ കവറേജ് കിട്ടും. പിന്നെ കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ്, ഇതിനകത്ത് വരുന്ന മറ്റൊരു ചെലവാണ് മെറ്റേണിറ്റി എക്സ്പെൻസ്. മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാം. കവർ ഫോർ ആയുഷ്, ആയുഷ് എന്ന് പറയുന്നതിന് ഫുള്ള് കവറേജ് കിട്ടും. ആയുഷ് എന്ന് പറയുമ്പോൾ ആ ആയുഷ് എന്ന് പറയുന്ന വേർഡിനെ നമ്മളിങ്ങനെ എന്താ പറയാ എക്സ്പാൻഡ് ചെയ്ത് അതിനെ ഓരോ അക്ഷരങ്ങൾ വെച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനൊരു കീറി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. A for ആയുർവേദ, Y for യോഗ ആൻഡ് നാച്ചുറോപ്പതി, U for യുനാനി, S for സിദ്ധ ആൻഡ് H for ഹോമിയോപ്പത്തി. ഈ പറയുന്ന എല്ലാത്തിനും കവറേജ് കിട്ടുന്നു. അപ്പൊ ഈ പറയുന്ന ആ അക്ഷരങ്ങൾ നമുക്കറിയാം 5 അക്ഷരങ്ങളുണ്ട്. അപ്പൊ 5 തരത്തിലുള്ള ചികിത്സ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതിനൊക്കെ കവറേജ് കിട്ടുന്നതാണ് ഈ ഒരു സ്കീമില്. ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ പെട്ടതാണ്. ഈ കവറേജുകളെല്ലാം കിട്ടും. PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ട്രീറ്റ്മെന്റ്, പിന്നെ മെഡിസിൻസ് ഇഷ്യൂ ചെയ്യുന്നതില് കൺസൾട്ടേഷൻ കവറ്,
ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണ് കേട്ടോ കൺസൾട്ടേഷൻ കവർ. ഇൻഡോർ ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലും ഫാമിലി വെൽഫെയർ സർവീസസിന്റെ കവറേജ്, പിന്നെ മെറ്റേണിറ്റി എക്സ്പെൻസ് കവറേജ് ആൻഡ് കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റിനുള്ള കവറേജ്. ആയുഷ് ട്രീറ്റ്മെന്റ് ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി അത് ഒരുമിച്ചാണ്. യോഗ ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത് വൈ ആണത്. ആൻഡ് പിന്നെ യു ആൻഡ് യുനാനി, എസ് സിദ്ധ ആൻഡ് എച്ച് എന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ്. അപ്പൊ ഇത്തരം ട്രീറ്റ്മെന്റുകൾക്കും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കും ഒക്കെയാണ് നമുക്ക് എന്ത് കിട്ടുക, കവറേജ് കിട്ടുക. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്ന എലിജിബിലിറ്റി ഈ പറയുന്ന അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കാണ് അവർക്ക് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഇത് നമ്മൾ പഠിക്കുന്നത് ഇതെങ്ങനെയാണ്, ഹൗ ദേ ക്യാൻ ഗെറ്റ് സച്ച് എന്താ പറയാ അവൈലബിലിറ്റി ഓഫ് ബെനിഫിറ്റ്. അവരുടെ ഈ ബെനിഫിറ്റുകളൊക്കെ അവർക്ക് എങ്ങനെയാണ് അവൈലബിൾ ആകുന്നത്, അതിന് വേണ്ടിയിട്ട് എന്താണ് അവരുടെ കയ്യിൽ വേണ്ടത്. വെറുതെ ഓടി ചെന്നിട്ട് ഞാൻ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് അല്ലെങ്കിൽ ഇന്ന ആളാണ്, ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയിൽ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് എങ്ങനെ കിട്ടും, പെൻഷനർ ആണോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയി ഇപ്പോഴാണോ, ജഡ്ജ് സുപ്രീം കോടതിയുടെ ജഡ്ജാണോ, അല്ലെങ്കിൽ ഓണറബിൾ ഏതെങ്കിലും എന്താ പറയുക പാർലമെന്റിലെ മെമ്പർ ആണോ അല്ലെ, അങ്ങനെയൊക്കെ ഏത് ക്ലാസിഫിക്കേഷനിൽ വരും, ഫ്രീഡം ഫൈറ്റേഴ്സ് ആണോ അതറിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ, ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ഇൻ വിച്ച് ഗ്രൂപ്പ് ഓർ ഇൻ വിച്ച് കാറ്റഗറി ദീസ് മെമ്പേഴ്സ് ആർ ബിലോങ്ങിങ് ടു, ഇവർ ഏത് കാറ്റഗറിയിൽ പെടും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് all CGHS beneficiaries and their departments with a photo ID plastic card which is called CGHS card. ഒരു CGHS കാർഡ് ആര് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു ഫോട്ടോ പതിച്ച ഒരു ID പ്ലാസ്റ്റിക് കാർഡ് ആണ് അതിന് വേണ്ടി അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. ആ കാർഡിൽ നമ്മുടെ ഫോട്ടോസ് പതിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കാർഡ് ആണ് ആര് കൊടുത്തിരിക്കുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബൈ റിയലൈസിംഗ് ദ കാർഡ് കളർ ഓഫ് ദ കാർഡ് നമ്മൾ മനസ്സിലാക്കിയാണ് we can identify whether in which group these people belong to. ഇവരൊക്കെ ഏത് ഗ്രൂപ്പിൽ പെടുന്നവരാണെന്ന് കാർഡിന്റെ കളർ നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് എന്താ പറയാ ഒരു യുണിക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്പർ അതിനകത്തുണ്ടായിരിക്കും. ആ കാർഡിന് ഒരു യുണിക് ഐഡന്റിറ്റി നമ്പർ മീൻസ് വിച്ച് അതിന് റിസംബ്ലൻസ് ആയിട്ട് വേറൊരു എന്താ പറയാ നമ്പർ ഉണ്ടാവില്ലാന്ന്. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഏത് പോയിന്റ് ഓഫ് ടൈമിലും ഇഫ് ദേ ഹാവ് ടു സബ്മിറ്റ് ഇറ്റ്, എപ്പോഴും വേണമെങ്കിലും ഇവർക്കത് ചിലപ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു കാർഡ് കൊണ്ടുപോയി കാണിക്കേണ്ടി വരും. ഏത് സാഹചര്യത്തിലായാലും ആ സമയത്ത് അവരുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കണം. അപ്പോ ഈ കാർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വൈറ്റ് വിത്ത് വേരിയിങ് കളേർഡ് സ്ട്രൈപ്പ് ഓൺ ദ ടോപ്പ് അറ്റ് ദ ടോപ്പ് വിച്ച് റെപ്രസെന്റ്സ് ദ കാർഡ് ഹോൾഡേഴ്സ്. കാർഡ് ഹോൾഡറിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാർഡുകളുടെ നിറം വൈറ്റ് ആണ് എങ്കിലും there will be some colored stripes. അതിനകത്ത് കുറച്ച് വരയുണ്ടാവും, കളറുള്ള വര. ആ കളറുള്ള വര നോക്കി, സ്ട്രൈപ്പ് ഇല്ല, വര നോക്കിയിട്ടാണ് ആ കാർഡ് ഹോൾഡേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് കളേഴ്സ് എന്ന് പറയുന്നത്? വൈറ്റ് കാർഡാണ്, ID പ്ലാസ്റ്റിക് കാർഡാണ്. അതിൽ ഫോട്ടോസ് ഉണ്ടായിരിക്കും, ഒരു യൂണിക് നമ്പർ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ there will be some കളർ സ്ട്രൈപ്സ്. അതിനകത്ത് കളർ സ്ട്രൈപ്സ് ഉണ്ടായിരിക്കും, വരകൾ ഉണ്ടായിരിക്കും, കളറുള്ള വരയാണ്. ആ കളർ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് യെല്ലോ, ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ. യെല്ലോ, ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ ഈ 4 കളേഴ്സിലുള്ള കാർഡുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു ദ കാർഡ്, ആ കാർഡിന്റെ അടിസ്ഥാനത്തിൽ ഇത് ആരെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ആ കാർഡ് കാണുമ്പോ ഈ ഇന്നൊരു കാർഡ് യെല്ലോ സ്ട്രൈപ്പ് ഉള്ള കാർഡ് കാണുമ്പോ അത് മനസ്സിലാക്കണം, ഇറ്റ്സ് that people is a journalist of an autonomous company. ഒരു ഓട്ടോണമസ് കമ്പനിയുടെ ജേർണലിസ്റ്റ് ആണ്. ജേർണലിസ്റ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് യെല്ലോ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള കാർഡുകൾ. ഇനി ഈ ബ്ലൂ കാർഡ് എന്തിനെ സൂചിപ്പിക്കുന്നത്? സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് സർവീസിൽ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയി ആണെന്ന് കാണിക്കാനാണ് ബ്ലൂ കാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാർഡ് അനുസരിച്ചിട്ടാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ കാർഡല്ല. കാർഡിന്റെ ആ ഒരു സ്ട്രൈപ്സിന്റെ നിറം കാണുമ്പോൾ തന്നെ ദേ ക്യാൻ ഐഡന്റിഫൈ ഇൻ വിച്ച് ഗ്രൂപ്പ് ദേ ബിലോങ്, അവർ ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റെഡ് കാർഡ് ഡിനോട്ട് ചെയ്യുന്നത് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. മെമ്പർ ഓഫ് പാർലമെന്റിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് റെഡ് കാർഡ്. ആൻഡ് ദ ഗ്രീൻ റെപ്രസെന്റ്സ് ദ പെൻഷനേഴ്സ്. ഗ്രീൻ സ്ട്രൈപ്സ് വന്നിരിക്കുന്നത് പെൻഷനറിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ പെൻഷനർ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ റിട്ടയർ ചെയ്തത് അല്ലെ, ex MP,
റിട്ടയേർഡ് പേഴ്സണൽ, ഏത് ജോലിയിൽ നിന്നും റിട്ടയർ ആയവര്, പിന്നെ ഫ്രീഡം ഫൈറ്റിംഗിൽ നിന്നും റിട്ടയർ ചെയ്തവര്, ഇവരൊക്കെ എന്താണ് ഈ പറയുന്ന ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ആയിരിക്കും. അപ്പൊ ഗ്രീൻ കാർഡിന് അർഹരായിട്ടുള്ളവരാണ് പെൻഷനേഴ്സ്. അത് എക്സ് MP ആകാം, എക്സ് പേഴ്സണൽസ് ആകാം, എക്സ് ഫ്രീഡം ഫൈറ്റേഴ്സ് ആകാം, എല്ലാവരും കേട്ടാ. അപ്പൊ അവരുടെ ബെനിഫിഷ്യറിയുടെ എന്താ പറയാ ആ ഒരു പെൻഷനേഴ്സിന്റെ കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അൺടിൽ ദ ബെനിഫിഷ്യറീസ് റിട്ടയർമെന്റ് ഡേറ്റ്. ബെനിഫിഷ്യറീസിന് റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ് അവരുടെ ആ ഒരു കാർഡിന്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പൊ അതാണ് അവർ ഹോൾഡ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതിനുശേഷം ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് വാലിഡിറ്റി പാസ്റ്റ് റിട്ടയർമെന്റ്, ഇനി ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ്, അതായത് പെൻഷനേഴ്സിന് ഇഫ് ദേ ലൈക്ക് ടു എക്സ്റ്റെൻഡ് ദെയർ റിട്ടയർമെന്റ്, ആ ഒരു വാലിഡിറ്റി പോസ്റ്റ് റിട്ടയർമെന്റ് ഒന്ന് എന്താ പറയാ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ പെർ ഇയർ. ഓരോ വർഷവും അവർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അവരുടെ റിട്ടയർമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ എന്ത് ചെയ്യണം? ഒരു എന്താ പറയാ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തേക്ക് കൊടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് പെൻഷനേഴ്സിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ CGHS കാർഡ് എന്താണ്? CGHS കാർഡ് ഈസ് ദ കാർഡ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ദ ബെനിഫിഷ്യറീസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഹെൽത്ത് ഇൻഷുറൻസ്. അത്തരം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാർഡാണ് CGHS കാർഡ് എന്ന് പറയുന്നത്. അതൊരു പ്ലാസ്റ്റിക് കാർഡാണ്, ID കാർഡാണ്, വിച്ച് കണ്ടെയ്ൻസ് എ യൂണിക് നമ്പർ ആൻഡ് എ ഫോട്ടോ. അതിനകത്തൊരു ഫോട്ടോയും ഒരു യൂണിക് നമ്പറും ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് അക്കോർഡിംഗ് ടു ദ സ്ട്രൈപ്സ് കളർ. സ്ട്രൈപ്പിന്റെ കളർ അനുസരിച്ച് അതിനെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. യെല്ലോ, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. യെല്ലോ ഫോർ ജേർണലിസ്റ്റ് ഓഫ് ഓട്ടോണമസ് കമ്പനി, ബ്ലൂ ഫോർ സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, റെഡ് മെമ്പർ ഓഫ് പാർലമെന്റിന്, ഗ്രീൻ പെൻഷനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതാണ് നമ്മളുടെ CGHSന്റെ കാർഡിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ. അപ്പൊ കാർഡ് എന്താണെന്ന് മനസ്സിലായോ? CGHS കാർഡ് എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് ഇവർക്ക് അർഹതയുണ്ട്, അവർക്ക് അതിനൊരു റൈറ്റ് ഉണ്ട്, അവർക്ക് ഒരു അവകാശമുണ്ട് എന്ന് കാണിക്കാനാണ്. അപ്പൊ സ്ട്രൈപ്പ് അനുസരിച്ചിട്ടാണ്, സ്ട്രൈപ്സിന്റെ കളേഴ്സ് അനുസരിച്ചിട്ടാണ് ഇത് നമുക്ക് വേഗം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഒന്ന് വായിച്ചു നോക്കിയ വേഗം. എത്ര പേര് വായിച്ചു നോക്കാം? രണ്ട് ടോപ്പിക്. ഒന്ന്, അണ്ടർ ദി സ്കീം ദ എലിജിബിൾ ഗവൺമെന്റ് എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് ദ ഫോളോയിങ് ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ്. എന്തൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ഈ സ്കീം പ്രകാരം കിട്ടുന്നത്? അടുത്തത്, എന്താണ് CGHS കാർഡ്? രണ്ടും ഒന്ന് വായിച്ചു നോക്കാം. കഴിയുമ്പോ പറയണേ. വായിച്ചു കഴിഞ്ഞാൽ പറയണം. വായിച്ചു കഴിഞ്ഞു മാം. കഴിഞ്ഞോ? മനസ്സിലായല്ലോ അല്ലെ? അത്രയും ഓക്കെ. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇത് കുറെ പഠിക്കാനുള്ളതാണ്. ഈ ഒരു ചാപ്റ്റർ തന്നെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ച് ആകുമ്പോൾ ഏതൊക്കെ ഇൻഷുറൻസ് ഏതൊക്കെ ആളുകൾക്ക് എന്താ പറയാ ബെനിഫിറ്റബിൾ ആണ്, ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യവും, അതൊക്കെ ഏതൊക്കെ സമയത്ത് നിലവിൽ വന്നു,
അല്ലെ? അതുകൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ ഒരു ബാക്കി കാര്യങ്ങൾ, കണ്ടീഷൻസ് ആൻഡ് ടേംസ്, അതൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചിട്ടാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY. RSBY കാർഡ് ഉണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോ കാർഡ് ഉള്ളവരാണോ എന്ന് ചോദിക്കാറുണ്ട് അവര്. ഈ ഫാർമസിയിലൊക്കെ നമ്മൾ മരുന്നിനൊക്കെ ചെന്ന് നിൽക്കുമ്പോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെസ്റ്റുകളൊക്കെ, വലിയ വലിയ ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോ, അപ്പൊ RSBY കാർഡ് ഉണ്ടോ എന്ന് അവർ ചോദിക്കാറുണ്ട്. അപ്പൊ കാർഡ് ഉണ്ടെങ്കിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതാണ് ഇപ്പൊ ഇത് മറ്റൊരു എന്താ പറയാ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. അത് അത് ഇപ്പൊ അധികം നാളുകളൊന്നും ആയിട്ടില്ല, ഒത്തിരി പണ്ടത്തെ ഒന്നും അല്ല. ഇപ്പൊ 1954 നമ്മളുടെ CGHS-ഉം അതുപോലെ ESI 1948 വന്നതുപോലെ അത്രയും ഡിസ്റ്റന്റിലല്ല. ഇവിടെ അധികം നാളല്ലാതെ 2008 1st April ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY എന്ന് പറയുന്നത്. അത് എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ആണ് കൊണ്ടുവന്നത്. അവരാണ് ഇത് കൊണ്ടുവന്നത് 1st April 2008 ആൻഡ് ഫോർ ഹും, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ the health coverage which is provided to below poverty line, BPL ആളുകളെ, ഫാമിലീസിനെ ഉദ്ദേശിച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്. അവരാണ് അതിന്റെ ബെനിഫിഷ്യറീസ്, BPL ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും. അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ എന്താ പറയാ അത്ര ഓർഗനൈസ്ഡ് അല്ലാത്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരായിരിക്കും BPL ഫാമിലീസിലുള്ളവര്, അല്ലെ? അല്ലെങ്കിൽ ഹൈ ഇൻകം വാങ്ങിക്കുന്നവര്, ഗവൺമെന്റ് എംപ്ലോയി ഒക്കെ ആണെങ്കിൽ എന്തായാലും ഒരു ഒരു തിരക്കേടില്ലാത്തൊരു വരുമാനം ഉണ്ട്, അല്ലെ? പക്ഷെ അങ്ങനെയല്ല, അത്തരം ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതിലല്ല, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ വന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ രാഷ്ട്രീയ ബീമാ യോജന എന്ന് പറയുന്ന, സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1st April 2008 എന്ന് മറക്കണ്ട. ഇനി എന്തൊക്കെയാണ് ഈ ബെനഫിഷ്യറീസിന് കിട്ടുന്ന കവറേജുകൾ? എന്തൊക്കെ കവറേജ് ആണ് ഈ സ്കീം കൊണ്ട്, RSBY എന്ന് പറയുന്ന സ്കീം കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇവർക്ക് കിട്ടുന്നത്? എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. A sum insured of 30,000 for a worker in the unorganized sector and their families. എമൗണ്ടുകളും അതുപോലെ തന്നെ ആർക്കാണ് എന്നുള്ളതും ഒട്ടും മാറിപ്പോവാതെ തന്നെ പഠിക്കണം. A sum insured of ₹30,000 രൂപയാണ് കിട്ടുന്നത് ഫോർ എ വർക്കർ, ഒരു ജോലിക്കാരന്, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരന് 30,000 രൂപ വരെ കിട്ടും, അവർക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സിന്. പിന്നെന്താ കിട്ടുക? കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള കവറേജ്. കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, ഇത് നേരത്തെ തന്നെയുള്ള കുറെ ആളുകൾ, നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് വരെ പഠിച്ചു, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കമ്പനികൾ ഓഫർ ചെയ്യുന്ന കവറേജുകൾ എന്തൊക്കെയായിരിക്കും, അവർ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന കവറേജുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പൊ മിക്കവാറും അതിനകത്ത് കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് യു ഹാവ് എനി ഡിസീസ് ബിഫോർ ടേക്കിംഗ് ദ പോളിസി, നമ്മൾ പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏതെങ്കിലും സിക്നസിന്, ഇൽനെസ്സിന്, ഡിസീസസിന് എന്താ പറയാ അതിനകത്തുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഡിസീസ് ഉള്ളവരാണെങ്കിൽ അത്തരം ഡിസീസിനുള്ള കവറേജ് കിട്ടില്ല എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? പക്ഷെ RSBY എന്ന് പറയുന്നത് നമുക്കറിയാം, അത് poor ഫാമിലീസ്, ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസ് ആണ്. അപ്പോ വെദർ അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ദ പോളിസി അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല, അങ്ങനെ ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു കവറേജ് ആണ്. ഡിസീസസ് വിച്ച് ഈസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, നേരത്തെ തന്നെ നമ്മുടെ ഇത് പോളിസി എടുക്കുന്നതിന് മുമ്പേ തന്നെയുള്ള രോഗങ്ങളായാലും പോലും അതിന് കവറേജ് കിട്ടുന്നതാണ് RSBY എന്ന് പറയുന്നത്. മാത്രമല്ല, കവറേജ് ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് ഫ്രം അപ് ടു ₹1,000. ഇപ്പൊ ഒരു പേഷ്യന്റിനെ ഒരു സ്ഥലത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അത് പറ്റാണ്ടായി കഴിഞ്ഞപ്പോ നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഏകദേശം ഒരു ₹1,000 വരെ, മാക്സിമം ഓഫ് ₹1,000 ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് കൂടി അവർ മീറ്റ് ചെയ്യുന്നതാണ്, കവറേജ് കിട്ടുന്നതാണ്. ക്യാഷ്ലെസ് ഇൻഷുറൻസ്, എന്താണ്? അവർക്ക് ക്യാഷ്ലെസ്, അവര് പൈസ അങ്ങോട്ട് അടയ്ക്കണ്ട,
അടച്ചിട്ടല്ല നമുക്ക് RSBY കിട്ടുന്നത്. RSBY കാർഡ് ഉള്ളവർക്ക് അതിന്റെ അത്തരം ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മളെ പങ്കാളികളാക്കാണ്. അതിന് നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നത് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഈ പറയുന്നത് RSBY എന്ന് പറയുന്നത്. പ്രീമിയം ഓഫ് ₹30 പെർ ആനം, വലിയ എമൗണ്ട് ഒന്നുമല്ല, വെറും 30 രൂപയാണ് നമ്മൾ വർഷത്തിൽ അടച്ചിട്ട് അതിനകത്ത് പങ്കാളികളാകാം. വെറുതെ 30 രൂപ മാത്രമാണ്, പെർ ആനം ആണ്. പെർ ആനം മീൻസ് പെർ ഇയർ എന്നാണ്. അത് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഒരു മെമ്പർഷിപ്പ് എടുക്കുക. അപ്പൊ RSBY എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഇറ്റ് ഈസ് ഓപ്റ്റഡ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം ആർക്കാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ BPL ഫാമിലീസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. സോ അവർക്ക് കിട്ടുന്ന ഒരു അഷ്വേർഡ് സം എന്ന് പറയുന്നത് ₹30,000, 30,000 രൂപ വരെ കിട്ടും. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് കിട്ടും. പിന്നെ എന്താ പറയാ, ഡിസീസസ് വിച്ച് വേർ എക്സിസ്റ്റിംഗ്, നേരത്തെ തന്നെ ഉള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കിട്ടും. പിന്നെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1,000 കിട്ടും. ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്. പ്രീമിയം ഓഫ് ₹30 പെർ ആനം, 30 രൂപ പെർ ഇയറിൽ പ്രൊവൈഡ് കൊടുത്തിട്ടാണ് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുക. ഓക്കെ, എന്താണ് RSBY എന്ന് മനസ്സിലായല്ലോ? എന്തൊക്കെ അത് ഇങ്ങനെ ഓർത്താൽ മതി. ഓരോ സ്കീമും പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക അതെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ 3 കാര്യം എല്ലാത്തിന്റെയും പഠിച്ചിരിക്കണം. ഓരോന്നിന്റെയും കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ESI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948 ആർക്കാണ്? എംപ്ലോയീസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഹു ആർ വർക്കിംഗ്, അല്ലെ, നമ്മളുടെ ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്ന, ഇന്ത്യയിൽ ഫാക്ടറീസിൽ ജോലി ചെയ്യുന്നവർ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുപോലെ CGHS ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. RSBY ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? ബിലോ പോവർട്ടി ലെവൽ ഫാമിലി മെമ്പേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല അതിന്റെ അവർക്ക് കിട്ടുന്ന കവറേജുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള കവറേജുകളാണ് അവർക്ക് കിട്ടുന്നത്, അവൈലബിൾ ആകുന്നത് എന്നുള്ള കാര്യവും പഠിച്ചു വയ്ക്കുക. ഒന്ന് വായിച്ചു നോക്കിയ വേഗം. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന എല്ലാത്തിന്റെ ഫുൾ ഫോം പഠിക്കണം. കഴിഞ്ഞോ? ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഏതൊക്കെയാണ്, അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ പ്രൈവറ്റ് ഏജൻസീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ആണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ആ പേരുകൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. സ്റ്റാർ ഫാമിലി ഹെൽത്ത്, ഒപ്റ്റിമ പ്ലാൻ എന്ന് പറയും. സ്റ്റാർ ഫാമിലി ഹെൽത്ത് അല്ലെങ്കിൽ ഒപ്റ്റിമ പ്ലാൻ എന്നാണ് അതിന് പറയാ. ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണത്. മെഡിക്കെയർ പ്ലാൻ ആണ് ടാറ്റ AIG. അമേരിക്കൻ ഇന്റർനാഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തരം പോളിസിയാണത്, പ്ലാനാണ്. റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ്, അടുത്തത് റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് ആണ് അടുത്തത്. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. മണിപ്പാൽ സിഗ്ന, ഇതൊക്കെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേരുകളാണ് കേട്ടോ. അത് എക്സാമ്പിൾസ് ആണ്. പേരിൽ നിന്നും നമുക്ക് എക്സ്പ്ലനേഷനും ഇല്ല, മാത്രമല്ല മാറ്റാനും പറ്റില്ല. പേരങ്ങനെ തന്നെ പഠിക്കുക. നമ്മൾ ആദ്യം പഠിച്ചു, ഈ ചാപ്റ്ററിന്റെ ആദ്യം പഠിച്ചു കുറച്ച് എക്സാമ്പിൾസ്. അത് എന്തിന്റെ എക്സാമ്പിൾസ് ആയിരുന്നു? എന്തായിരുന്നു ഇതിന്റെ എക്സാമ്പിൾ? ഇതിന് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ നമ്മൾ കുറച്ച് പഠിച്ചല്ലോ. ഇത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാനുകളുടെ എക്സാമ്പിൾ ആണ്.
നേരത്തെ പഠിച്ചെന്താ? Insurance firms. ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യയിൽ ഉള്ള ഇൻഷുറൻസ് ഫേംസിന്റെ പേരുകളാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ അതിന്റെ പ്ലാനുകളുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടാ. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ് ആണ്, ഭാരതി അക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ് കേട്ടാ. ഓരോന്ന് പഠിക്കണം. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ, റിലയൻസ് അത് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ് ആൻഡ് ഭാരതി അക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. ഇത് കുറച്ച് ഇൻഷുറൻസ് പ്ലാനുകളാണ് നമ്മളുടെ. ഇത് ഓരോ പ്ലാനിന് ഓരോ രീതിയിലും എന്താ പറയാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഈച്ച് പ്ലാൻസ് ഹാവ് ഇറ്റ്സ് ഓൺ ഡിഫറെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. എല്ലാ പ്ലാനും ഒരുപോലെ ആയിരിക്കില്ല, പലതും വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളായിരിക്കും. ഒരുപാട് ബെനിഫിറ്റുകൾ ഉള്ളതുണ്ടാകും, കുറച്ച് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുക. അത് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് എല്ലാത്തിന്റെയും ഒരുപോലെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ക്യാപ്സ്യൂൾ പോലെ എല്ലാത്തിന്റെയും പ്ലാനുകൾ ഇങ്ങനെയാണെന്ന് പഠിച്ചു വെക്കാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ പ്ലാനിങ് ഉണ്ട്, അത് തന്നെയാണ്. ഓക്കെ, ഇനി ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്ന മറ്റൊരു ഹെഡാണ്, അല്ലെങ്കിൽ മറ്റൊരു ടേം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് കിട്ടാൻ, ഇപ്പൊ ഞാനിപ്പോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുകയാണ്. ആൻഡ് വെൻ ഐ ക്ലെയിം ദാറ്റ് എമൗണ്ട്, എനിക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഞാൻ ഇൻഷുർ ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആഫ്റ്റർ ദ മെച്യൂരിറ്റി പീരീഡ് കഴിയുമോ, എപ്പോഴാണോ വിച്ച് എവർ കംസ് ഏർലിയർ, ഏതാണോ ആദ്യം ഉണ്ടാകുന്നത് ആ സമയത്ത് ഐ ഹാവ് ടു ക്ലെയിം ഫോർ മൈ മണി. ഞാൻ അടച്ച പ്രീമിയം തുകകളെല്ലാം അവിടെ കിടന്ന് അതിന് എമൗണ്ട് ആയിട്ടുണ്ടാകും. സോ അത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നു. എന്താ പറയാ, ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് തന്നെ അറിയാൻ പറ്റും അത്. അതായത് അതിന്റെ കാലാവധി കഴിയുമ്പോൾ അല്ലെ, എക്സ്പയറി ടൈം കഴിയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. ബിക്കോസ് അവരുടെ കയ്യിലുണ്ടല്ലോ നമ്മള് പോളിസി എടുത്ത ടൈം. സോ വെൻ ഇറ്റ് കംസ് മെച്യൂർഡ്, അത് എപ്പോഴാണ് അത് മെച്യൂർഡ് ആകുന്നത് എന്ന് അവരുടെ കയ്യിൽ അതിന്റെ ഇതുണ്ട്. അവരുടെ കയ്യിൽ അതിന്റെ പ്രൂഫും അതിന്റെ രേഖകളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാകാൻ സാധിക്കും. പക്ഷേ ഇഫ് ദ ആക്സിഡന്റ് ഒക്കെ അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായാലും നമുക്ക് വലിയൊരു ഇല്ലസ് വന്നു, ദാറ്റ് വിൽ നോട്ട് ബി നോൺ ബൈ ദ ഇൻഷുറൻസ് കമ്പനി. അവർ അതറിയണം, നിർബന്ധമൊന്നുമില്ല. സോ വി ഹാവ് ടു ഇൻഫോം ദം അബൌട്ട് ഇറ്റ്. അവർക്ക് നമ്മൾ അവരെ അറിയിക്കുകയാണ് ചെയ്യുക അന്നേരം അത്തരം സന്ദർഭങ്ങളിൽ അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, അതിന് ക്ലെയിം കിട്ടുന്നു. സോ നമുക്ക് ക്ലെയിം കിട്ടുന്നതും അവർ നമുക്ക് ആ ക്ലെയിം പ്രൊവൈഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ വെൻ വി ആർ ഹോസ്പിറ്റലൈസ്ഡ് ഡ്യൂ ടു സം ആക്സിഡൻസ് ഓർ ഇൽനെസ്, സോ വി ഹാവ് ടു ക്ലെയിം ഫോർ ദാറ്റ് അല്ലെ. നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റോ ഇൽനെസ്സോ കൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി നമ്മൾ അതിന് ക്ലെയിം വെക്കുന്നു. അപ്പൊ ആ ക്ലെയിമിന്റെ എമൗണ്ട് നമുക്ക് വാങ്ങിച്ചു തരാനും ദർ മേ ബി സം എന്താ പറയാ ഇന്റർമീഡിയറീസ്, നമുക്ക് അങ്ങനെ പറയാം, അവരെ ഇന്റർമീഡിയറീസ് എന്ന് വിളിക്കാം. കുറച്ച് എന്താ പറയാ അതിന്റെ ഉള്ളിൽ നടുക്ക് നിന്ന് പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാര്, ബന്ധിപ്പിക്കുന്നവർ അല്ലെ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കാം. ആൻഡ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ TPA എന്ന് നമുക്ക് അതിനെ ഷോർട്ടായി പറയാം. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു മേക്ക് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുവേർഡ്. അതായത് ഇൻഷുററും ഇൻഷുവേർഡും തമ്മിലുള്ള ഒരു ബന്ധം, അവിടെ ഒരു ലിങ്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആ പോളിസിയുടെ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എമൗണ്ട് നമുക്ക് കിട്ടണം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കമ്പനിയിൽ പോയിട്ട് വാങ്ങിക്കുന്നില്ല. അപ്പൊ അതിന്റെ മിഡിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് എന്താ പറയാ, അങ്ങനെയുള്ളവർ എന്ന് പറയുന്നത് വെറുതെ ഉള്ള ആളുകളല്ല. ദേ ഹോൾഡ് എ ലൈസൻസ് ഫ്രം ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി, IRDA എന്ന് പറയുന്ന അതോറിറ്റിയുടെ ഒരു ലൈസൻസ് ഉള്ളവരാണ് ഈ പറയുന്ന TPA എന്ന് പറയുന്നത്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. അവർ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെയും അവരെയും തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മുടെ ക്ലെയിം എത്രയാണോ നമുക്ക് വാങ്ങിച്ചു തരാനോ, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി ആക്സിഡന്റ്, നമ്മൾ ഏതെങ്കിലും ആക്സിഡന്റിൽ പെട്ടു, അപ്പൊ നമുക്ക് എന്താ പറയാ ബെറ്റർ ട്രീറ്റ്മെന്റ് എവിടെ കിട്ടും, ഏത് ഹോസ്പിറ്റൽസിൽ കിട്ടും, അതിന് വേണ്ടിയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് അതിന്റെ ഒരു ക്ലെയിം വാങ്ങിച്ചു തരാനോ ആ ഇൻസിഡന്റിന്റെ സമയത്ത്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാത്തിനും കൂടിയിട്ട് വേണ്ടി ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്തെന്ന് വിളിക്കുന്നത്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവര് ഒരുപാട് അതിന് വേണ്ടിയിട്ട് കുറെ എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു നമ്മളെ ഒന്ന് എന്താ പറയാ ലിങ്ക് ചെയ്ത് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കിട്ടാനും, അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റുകളൊക്കെ കിട്ടാനും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കവറേജുകൾ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് അവർ ഒരുപാട് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അവരെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. ആൻഡ് ഓൾസോ
they will suggest for high quality treatment. അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റൽസ് നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. ഇൻഷുറൻസ് കമ്പനിയോട് ഇന്ന സ്ഥലത്ത് നല്ല ഒരു ട്രീറ്റ്മെന്റ് കിട്ടും എന്ന് ഇൻഷുറൻസ് കമ്പനിയോട് സജസ്റ്റ് ചെയ്യുകയും ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ദ ഇൻഷുറൻസ് കമ്പനി മേ ഗിവ് ദ കവറേജ്, അതിന് വേണ്ടിയിട്ടുള്ള കവറേജുകൾ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്ന ഒരു ആളുകളെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ നമ്മൾ പറഞ്ഞു ലിങ്ക് ബിറ്റ്വീൻ ദ ഇൻഷുർഡ് ആൻഡ് ഇൻഷുറൻസ് പോളിസി ഹോൾഡറും അതുപോലെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളും തമ്മിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് പ്രവർത്തിക്കുക. അതിന്റെ ബിറ്റ്വീനിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് അതുമായി ബന്ധപ്പെട്ടവര്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ളവര്, ബന്ധപ്പെട്ടവരെന്ന് പറയുന്നത് ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതുപോലെ പോളിസി ഹോൾഡേഴ്സ്. അതായത് ഇൻഷുറൻസ് കമ്പനിയും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, നമ്മൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നു, അവിടെ ഇന്ന ട്രീറ്റ്മെന്റ് ഉണ്ടോ, നമുക്ക് പറ്റിയ ട്രീറ്റ്മെന്റ് അവിടെ അവൈലബിൾ ആണോ, മാത്രമല്ല നമുക്ക് അവിടുന്ന് പോളിസിയുടെ എന്താ പറയാ ഒരു ക്ലെയിം കിട്ടാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലാണോ, ഇത് രണ്ടും നോക്കണം. അതൊക്കെ മനസ്സിലാക്കി തരുന്നത് ഇവരാണ്, TPA-കാരാണ്, അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമ്മളെ ലിങ്ക് ചെയ്യിക്കുന്ന ആ 3 ബന്ധപ്പെട്ട ആളുകളാണ് ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് കെയർ പ്രൊവൈഡർ, പിന്നെ പോളിസി ഹോൾഡർ, പോളിസി എടുത്തിരിക്കുന്ന ആള്. കമ്പനി നമുക്ക് പൈസ തരാനുള്ളവര്, നമുക്ക് എവിടെ ട്രീറ്റ്മെന്റ് കിട്ടണം, ആ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, കെയർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഹോസ്പിറ്റല്, പിന്നെ പോളിസി എടുത്തിരിക്കുന്ന ആള് നമ്മള്. അതാണ്. അപ്പൊ ഈ ഒരു ബന്ധമാണ്, ഒരു ട്രയാങ്കിൾ, ഒരു റിലേഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. ഏത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ തന്നെ ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ ഒരു ട്രയാങ്കിൾ റിലേഷൻ ആണ്. നമുക്ക് നമ്മളെ ബന്ധപ്പെടുത്താൻ ഇൻഷുറൻസ് കമ്പനിയോട്, അതുപോലെ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് ഇവരിലൂടെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കാം, അവിടുത്തെ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നു, കവറേജ് കിട്ടുന്നു, ആ ഒരു രീതിയിൽ. അതാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്ന് മനസ്സിലായോ? അതൊരു കമ്പനി ആകാം, ഒരു ഏജൻസി ആകാം, ഒരു ഓർഗനൈസേഷൻ ആകാം. പക്ഷെ ഏത് തന്നെയായാലും ദേ മസ്റ്റ് ഹാവ് ഹെൽഡ് എ ലൈസൻസ് ഫ്രം ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി, IRDA-യുടെ ലൈസൻസ് പ്രോസസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയ വേഗം. തേർഡ് പാർട്ടി വായിച്ചോ? വായിച്ചു. ഓക്കെ, ബാക്കിയുള്ളവരും വായിച്ചോ? അശ്വിനി വായിച്ചു കഴിഞ്ഞു. കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. ഇതിന്റെ ബിഗിനിങ് എന്ന് തുടങ്ങി വല്ല ക്വസ്റ്റ്യൻസ് ഞാൻ തന്നോ എക്സ്ട്രാ ആയിട്ട് മോക്ക് ടെസ്റ്റിന്റെ അല്ലാതെ? തന്നിരുന്നോ? ഡെയിലി കയറിയിരുന്ന ആളാരാ? തന്നില്ലല്ലോ അല്ലേ? ഇല്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. ഏകദേശം പകുതി ആയിട്ടുണ്ട് ചാപ്റ്ററിന്റെ പകുതി. പകുതിയിൽ കുറച്ചും കൂടുതലായി. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒരുമിച്ച് എഴുതാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, എനിക്കും ബോറടിക്കും. എപ്പോഴും ക്വസ്റ്റ്യൻ തന്നെ വന്നിരുന്ന് എഴുതുമ്പോഴേ ഏകദേശം തീരാറായിട്ടുണ്ട്. 2-3 പേജ് കൂടി ഉണ്ട് ഈ ചാപ്റ്റർ, അത് കഴിയുമ്പോൾ തീരും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. വേഗം എഴുതിക്കോ. ഒന്നാമത്തെ ഡാഷ് ഈസ് the person, dash is the person or business that gets compensated, COMPENSATED, compensated if the loss occurs, loss occur
OCC URS occurs. Next one, the money paid by insured to the insurer, money paid by the insured to the insurer is called dash. Next one, a person's request for payment. A person apostrophe S not a person's request for payment. A person's request for payment by an insurer of a loss covered by a policy, is called dash. Covered by a policy is called dash. Next one, dash is a type of insurance coverage. Dash is a type of okay. Dash is a type of insurance coverage. That covers the cost of an insured, apostrophe S insured individuals, medical and surgical expenses. Next one, which are the situations covered under Mediclaim insurance. Situations covered under Mediclaim insurance. Next one, find the odd one. Find the odd one. Odd one odd one. Option Bajaj Alliance. Next one, ICICI Prudential. Bajaj Alliance, ICICI Prudential. Then Tata AIG. Tata AIG. And the last option, Max New York. Question. Which of the following
consist of which of the following consist of pre-hospitalization expense? Pre-hospitalization expense. Which of the following consist of pre-hospitalization expense? Pre-hospitalization expense വരുന്നത് ഏതാണെന്ന്? ഏതാം? അതിന് ഓപ്ഷൻസ് വേണം. ഒന്ന് ഡോക്ടർ കൺസൾട്ടേഷൻ, doctor consultation. Second option, diagnostic test. Diagnostic test. DIAGNOSTIC. Diagnostic test. Option C, preventive surgeries. Preventive surgeries. Preventive surgeries. And option D, all. All. Next one. What is daycare treatment? What is daycare treatment? What is daycare treatment? Next one. What is the duration of waiting period? What is the duration of waiting period? What is the duration of waiting period? Next one. Dash is a benefit cover. Benefit cover that covers the insured, that covers the insured for any serious or critical illness. For any serious or critical illness. Serious or critical illness. Question I. Okay. അപ്പൊ 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഈ നമ്മുടെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങളൊന്ന് ചെയ്തിട്ട് വരിക. അതോടൊപ്പം തന്നെ ഇത്രയും എടുത്ത ഭാഗമൊക്കെ നന്നായിട്ട് വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക കേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ, സി ബൈ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. ഓക്കെ, താങ്ക് യു. Thank you. ഓക്കെ, താങ്ക് യു.